ഹായ് ഫ്രണ്ട്സ്, രഞ്ജീസ് പാഠശാലയിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. ബഡ്ജറ്റ് 2024 കഴിഞ്ഞ ദിവസം നമ്മൾ ബഡ്ജറ്റ് അറിഞ്ഞു. ബഡ്ജറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പത്രങ്ങളിലൂടെയും മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അറിഞ്ഞു. ഈ ബഡ്ജറ്റ് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കും, നമ്മുടെ ക്ലയൻസിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആസ് എൻ ഫിനാൻഷ്യൽ അഡ്വൈസർ നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് വന്നിട്ടുള്ളത് ടാക്സിൻ്റെ ചില മാറ്റങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ മാർക്കറ്റിൽ നിങ്ങൾ അറിയിക്കണം. കാരണം കസ്റ്റമേഴ്സിന് പൊതുവെ അവെയർ അല്ല നമ്മൾ ഓൾഡ് റെജീമിലാണോ ന്യൂ റെജീമാണോ ഞങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ കാൽക്കുലേഷൻസ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ് നമ്മൾ അവരെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. കാരണം അവർക്ക് ഏറ്റവും സ്യൂട്ടബിളായ ഏതാണെന്ന്. അപ്പോൾ പുതിയ റെജീമിൽ ചെറിയ മാറ്റങ്ങൾ വരും. അപ് ടു 3 lakhs വരെ നമുക്ക് പ്രീമിയം നമ്മൾ ടാക്സ് അടക്കേണ്ടതില്ല എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ കാൽക്കുലേഷൻസ് എത്രയാണ് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ടാക്സ് അടക്കേണ്ടി വരിക എന്നുള്ള കാര്യം 2 റെജീമും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കണം. ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ നമ്മൾ വെറും ഒരു പ്ലാന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ആൾ മാത്രമായിരിക്കരുത്. അതൊരു സാധാരണ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മളൊരു ഏജൻറ്റ് മാത്രമായിരിക്കും. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ കൃത്യമായ ഒരു പ്രൊഫഷണലായി മാറുന്നത്. നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങളും നമ്മൾ കസ്റ്റമറുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ. അത് നമ്മൾ ശ്രദ്ധിക്കട്ടെ. പിന്നെ നമ്മൾ ബജറ്റിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ പുതിയ ന്യൂ റെജീമിൽ നമ്മൾ വന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 എന്നുള്ളത് 75,000 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സാലറിയുടെ പേഴ്സണിനെ സംബന്ധിച്ച് അത് കുറച്ചും കൂടി സന്തോഷമുള്ള കാര്യമാണ്. അവരോട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം അവർക്ക് കൂടുതൽ ഇൻകം ഉണ്ട്. അത് കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്റബിൾ എമൗണ്ട് അവരുടെ കയ്യിലുണ്ട്. കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ അവരുടെ മുന്നിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. യൂലി പ്ലാൻസ് പറയുമ്പോൾ അവർ നമുക്ക് മുന്നിൽ പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിന് ഇപ്പോഴത്തെ സംബന്ധിച്ച് ചെറിയ വ്യത്യാസം എന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ സാധാരണ നമുക്ക് 10% ആണ് ടാക്സ് വരുന്നത്. അതിപ്പോൾ 12.5% മാറ്റിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് 15% എന്നുള്ളത് നമ്മൾ 20% മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ പഴയതുപോലെയല്ല, പ്രോപ്പർട്ടീസ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബെനിഫിറ്റ്സിൻ്റെ മുകളിൽ നമുക്ക് 12.5% ടാക്സ് അടക്കണം ആ പ്രോഫിറ്റിൻ്റെ മുകളിൽ. അതൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അവലോകനം ചെയ്യുക. അത് കൃത്യമായിട്ട് നമ്മളെ ക്ലയൻസിന് മുന്നിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മളെ മാർക്കറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളൊരു ബ്രാൻഡായി മാറണം ഒരു സൊസൈറ്റിയിൽ എങ്കിലും മാത്രമേ നമ്മൾ എല്ലാത്തിനെയും കുറിച്ച് അവെയറുള്ള അറിവുള്ള ഒരാളാണെന്നുള്ള കാര്യം നമ്മൾ അറിയിക്കേണ്ടത് നമ്മളൊരു ബാധ്യതയാണ്. നല്ല വീഡിയോസുമായി ഇനിയും ഞങ്ങൾ വരും. രഞ്ജീസ് പാഠശാല നമ്മളൊരു സെഷൻസും നമ്മൾ കൃത്യമായിട്ട് എല്ലാ മാസവും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ടാക്സ് കാൽക്കുലേഷൻസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് അസ്. നമ്മുടെ സെഷനിൽ നമ്മളെല്ലാ ഏജൻസ് ഫ്രണ്ട്സിനൊക്കെ നമ്മളത് ഷെയർ ചെയ്യാറുണ്ട്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ സപ്പോർട്ടാണ്. താങ്ക് യു വെരി മച്ച്. മറ്റൊരു വീഡിയോ നെക്സ്റ്റ് ടൈം വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. ബൈ.